ഷിനോജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരും. ഷിനോജ്, ഈ പുതിയ ബ്ലോക്കിലേക്ക് ഉദ്ഘാടനം കാത്തു കഴിയുന്ന പുതിയ ബ്ലോക്കിലേക്ക് ഇപ്പോൾ സാധനങ്ങൾ മാറ്റുന്നു എന്ന് പറയുന്നു. അതായത് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പഴയ ബ്ലോക്ക്, ഇടിഞ്ഞു വീഴാൻ പോയ ബ്ലോക്ക് ഉപേക്ഷിച്ച് ഇനി പുതിയ ബ്ലോക്കിലേക്കായിരിക്കുമോ രോഗികളെ പ്രവേശിപ്പിക്കുക? അഭിലാഷ്, ഇന്നലെ രാത്രി തന്നെ ഏകദേശം ഇവിടെ ഉണ്ടായിരുന്ന, അതായത് പഴയ ബ്ലോക്കിലുണ്ടായിരുന്ന, അപകടം നടന്ന കെട്ടിടത്തിലുണ്ടായിരുന്ന ഒരു 75% രോഗികളെയും ഈ പുതിയ സർജിക്കൽ OPയിലേക്ക്, ആ ബ്ലോക്കിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാധന സാമഗ്രികൾ, പ്രത്യേകിച്ച് ഈ എക്സ്റേ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഈ മെഡിക്കൽ ലാബ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതിൻ്റെമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിലുള്ള ഈ പെട്ടികൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പുതിയ സർജിക്കൽ OPയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ പഴയ ബ്ലോക്കിൽ, പഴയ കെട്ടിടത്തിൽ ശേഖരിച്ച് വച്ചിരുന്ന അത്തരത്തിലുള്ള മരുന്നുകൾ, സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ഈ 12 വർഷം മുൻപ് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരു കെട്ടിടം പണിത് അതിൻ്റെ ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തി. എന്നിട്ട് പോലും അത് രോഗികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ആക്ഷേപം ഒക്കെ തന്നെ, ആരോപണമൊക്കെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ എത്ര സമയം കൊണ്ട് പൂർത്തിയാകും? ഈ ധൃതി പിടിച്ചു ചെയ്യേണ്ടതല്ല ഒരു ആശുപത്രി കെട്ടിടത്തിലെ കാര്യങ്ങളൊക്കെ ഒരുക്കുക എന്നത് അതിന്റെ കൃത്യമായ സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇതിപ്പോ പെട്ടെന്ന് ഇടാപടിയെന്ന് ചെയ്ത് വേണ്ടത്ര ഒരു കാര്യങ്ങൾ ഒരുക്കാതെയാണോ ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റുക? ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായി മാറരുതല്ലോ ഇത്. ദിവിഷ, ഇപ്പോൾ ഈ സർജറി ബ്ലോക്ക് എന്ന് പറയുന്നത് 8 നില കെട്ടിടമാണ്. ഇതിൻ്റെ താഴത്തെ 2 നിലയിലുള്ള കെട്ടിടത്തിലാണ് ഇനിയിപ്പോൾ പണി അവസാന ഘട്ടത്തിലേക്കുള്ളത്. ബാക്കിയുള്ള മുകളിലുള്ള 6 നില കെട്ടിടവും പണി ഏകദേശം കഴിഞ്ഞ രീതിയിലാണ്. അതിനാൽ തന്നെ ആ ഭാഗത്തേക്ക് ഇപ്പോഴുള്ള, അതായത് ഈ നിലവിൽ 3-ാം നിലയിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അതായത് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് മാറ്റിയ രോഗികൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 10-ാം വാർഡ് മുതൽ 15-ാം വാർഡ് വരെ, അതോടൊപ്പം 17-ാം വാർഡിലും 24-ാം വാർഡിലും കഴിഞ്ഞിരുന്ന രോഗികളൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പറയുന്ന സർജറി ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുന്നത്. പുതിയ സർജറി ബ്ലോക്കിൻ്റെ 3-ാമത്തെ നിലയിലാണ് ആ രോഗികളൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ദിവിഷ് സൂചിപ്പിച്ച ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ആശുപത്രിയാണ്, കാരണം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തണം. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ, സർജറിയുമായി ബന്ധപ്പെട്ട ബ്ലോക്കാണ്, അതിനാൽ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർജറിയും അതിനാൽ തന്നെ നടക്കുന്നില്ല. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സർജറി ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നേരത്തെ ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഒരു 8 ഷിഫ്റ്റായിട്ട് പ്രവർത്തിച്ച് ഈ സർജറി, ഇന്ന് നടത്തേണ്ട സർജറി കൂടി നാളെ നടത്താനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ അവരൊക്കെ തന്നെ സംസാരിച്ച് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ രോഗികളുമായി ബന്ധപ്പെട്ട ഈ വിഷയം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇന്ന് ഈ ശസ്ത്രക്രിയയൊക്കെ തന്നെ ക്രമീകരിച്ച് നിശ്ചയിച്ച് വെച്ചിരുന്ന രോഗികളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ സർജറി ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട, കാരണം ഈ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇതുവരെയും പൂർത്തീകരിക്കാനോ അതൊന്നും തന്നെ ആയിട്ടില്ല. സർജറി OT എന്ന് പറയുന്നത്, അതുവഴി ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ ഒന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ഒന്നും തന്നെ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ രീതിയിൽ ബുദ്ധിമുട്ട് രോഗികളെ സംബന്ധിച്ചുണ്ട്. എന്തായാലും പഴയ ബ്ലോക്കിൽ എന്താണ് ഇങ്ങനെ അത് പെയിന്റ് ചെയ്യാൻ ഇട്ടേക്കണാണോ, അത് എന്തെങ്കിലും ഒട്ടിച്ച് നശിപ്പിച്ചു കളഞ്ഞാണോ? അത് ഒട്ടിച്ച് നശിപ്പിച്ചാണ് ദിവിഷ് സൂചിപ്പിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഇതുമായി ബന്ധപ്പെട്ട അടർന്നു നിൽക്കുന്ന എന്തെങ്കിലും ഭാഗമാണോ എന്നായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ 1-ാമത്തെ നിലയിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ബ്ലോക്കിൻ്റെ ഏകദേശം ഈ പ്ലാസ്റ്ററൊക്കെ അതായത് കോൺക്രീറ്റ് ഒക്കെ അടർന്നു നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ മുകൾ ഭാഗമാണ്, ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗമാണ്. അവിടെ ഈ കമ്പി ഉൾപ്പെടെ നമുക്ക് കാണാം. ആ ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ കാണുമ്പോൾ അതിൽ കമ്പി ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. അതിന് മറ്റൊരു വശത്തും കൂടെ കാണുമ്പോൾ വീണ്ടും രൂക്ഷമായി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടിടത്തിലാണ് ഇതെല്ലാം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറയുമ്പോഴും, കേവല രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഉന്നയിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലൊരു കെട്ടിടത്തിലാണ് ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ കഴിഞ്ഞിരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കെട്ടിടം മറ്റേ കെട്ടിടത്തിന്റെ തുടർച്ചയാണോ? അതായത് അതായത് നമ്മൾ നിൽക്കുന്ന, അതായത് ഇന്നലെ അപകടം നടന്ന കെട്ടിടത്തിൻ്റെ അതേ ഭാഗം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മെഡിക്കൽ സർജിക്കൽ സ്റ്റോറാണ്. ഇവിടെയാണ് ഈ സർജറിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട മരുന്നുകളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ തന്നെ ഈ പുതിയ സർജറി ബ്ലോക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഈ ചുവർ ഭാഗമാണ് നമ്മൾ കാണുന്നത്. കമ്പി ഉൾപ്പെടെ പുറത്ത് കാണാം. ഇത് കേവലം ഈ ഭാഗത്തെ മാത്രം പ്രശ്നമല്ല, ഈ ബ്ലോക്കിലെ ഉള്ളിലെ നമ്മൾ നേരത്തെ ഇതിനകത്ത് ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ
തന്നെ മയക്കിന് മുന്നിൽ വന്ന് ഇതൊക്കെ പറയാൻ അല്പം പേടിയാണ്. കാരണം അവർ സർക്കാർ ജോലിക്കാരാണ്. അതാണ് തന്നെ അവരുടെ പണിയൊക്കെ പോകുന്നൊരു പേടി അവർക്കുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇത് കേവലം ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല. തീർച്ചയായും അത് തന്നെയാണ്. കാരണം പലരും സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് വന്ന് വിഷലെടുത്തിട്ട് പോകാനുള്ള സൗകര്യം ഒരുക്കി തരാം. പക്ഷേ ഇതാണ് ബുദ്ധിമുട്ട്. അവർക്ക് പുറത്ത് വന്ന് അവർക്ക് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു പേടി അവർക്കുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിൽ ഹാരിസിൻ്റെ ജീവൻ നമുക്കറിയാം, ആ തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒക്കെ പേടി അവർക്ക് അവരെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ഇത് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല. മുകളിൽ 1ാമത്തെ നിലയിൽ അതിൻ്റെ പുറകുവശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിനേക്കാളും വലിയ രീതിയിൽ ഈ കോൺക്രീറ്റ് പാളിയൊക്കെ ഇങ്ങനെ അടർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ കാണാൻ കഴിയും. അവസ്ഥയിലാണ് ഈ കെട്ടിടത്തെ കുറിച്ചാണ് PWD 2013 ഇത് പൊളിക്കണം എന്ന റിപ്പോർട്ട് നൽകിയത്, ഇവിടെ നിന്ന് രോഗികളെ മാറ്റണമെന്ന് റിപ്പോർട്ട് നൽകിയത് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞു. അവിടെ അപകടമുണ്ടായി. അവിടെ നേരത്തെയും അപകടം ഉണ്ടായിട്ടുണ്ട്. ആ അപകടത്തിൽ ഒരു ദാരുണമായ മരണം സംഭവിക്കുമ്പോഴാണ് ഇനി യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും മാറ്റുന്നത്. ഇതാണ് മന്ത്രിയോട് പറയാനുള്ളത്.